നിങ്ങൾ കപ്പയും മത്തി ഇട്ടിട്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ? വീട്ടിൽ എനിക്ക് എപ്പോഴും അമ്മ ഉണ്ടാക്കി തരുന്നതാണ്. അതൊന്ന് ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നിങ്ങളാരും കഴിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കപ്പ ആദ്യം കുക്കറിൽ കപ്പ വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് മഞ്ഞളും ഉപ്പും കപ്പയും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 വിസിൽ അടിച്ചെടുക്കുക. നല്ല സോഫ്റ്റ് കപ്പയാണെങ്കിൽ 2 വിസിൽ മതി. കുറച്ച് ഹാർഡാണെങ്കിൽ ഒരു 4 വിസിൽ വരെ വേണ്ടി വരും. അതിനുശേഷം ഇതിൻ്റെ അരപ്പുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയിലേക്ക് ചിരകിയ തേങ്ങയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 10-12 വെളുത്തുള്ളിയും 4-5 ചെറിയുള്ളിയും ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകവും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അരക്കാൻ പാടില്ല. വേറൊരു ചട്ടിയിൽ മത്തി കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞളും മുളകും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ മുള്ളൊന്ന് മാറ്റിയെടുക്കുക. മുള്ള് മാറ്റിയിട്ടില്ലെങ്കിൽ അത് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് മുള്ള് മാറ്റുന്നത്. വെന്ത കിഴങ്ങ് വെള്ളം ഊറ്റിയിട്ട് നമുക്ക് ഈ മത്തിയിലേക്ക് ഇട്ട് കൊടുക്കാം. കിഴങ്ങ് മത്തിയിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ എരിവ് പോരാൻ തോന്നുകയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മത്തിയിട്ട കിഴങ്ങിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളത് കപ്പയും മീൻകറിയും ബീഫും കപ്പയും ചിക്കനും ഒക്കെ അല്ലേ കോമ്പിനേഷൻ. ഇങ്ങനെ മത്തി ഇട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.